HDFC ബാങ്കിന്റെ ചില വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഓൾറെഡി HDFC ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. HDFC ബാങ്കിന്റെ ബിസ് പവർ, അതുപോലെ തന്നെ റിഗാലിയ, ഡൈനേഴ്സ് പ്രിവിലേജ്, റിഗാലിയ ഗോൾഡ് എന്നിങ്ങനെയുള്ള വേരിയന്റുകൾ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റങ്ങൾ വരികയാണ്. ഈ വരുന്ന മെയ് 15 മുതലും അതുപോലെ തന്നെ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് കുറച്ച് മാറ്റങ്ങൾ വരുന്നത്. സോ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഒന്നാമത്തെ ഒരു മാറ്റം റിവാർഡ് പോയിന്റ് അക്യൂറലിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് 150 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നത്. ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 4 റിവാർഡ് പോയിന്റ് എന്ന രീതിയിൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നത്. അതിലാണ് മാറ്റം വരുന്നത്. 200 രൂപയുടെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും മെയ് 15 മുതൽ പല കാർഡിലും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ മൈൽസ് കാർഡ് ആണെങ്കിൽ ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. ബിസ് ഗ്രോ ആണെങ്കിൽ ഒരു 200 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. ബിസ് പവർ ആണെങ്കിൽ ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 റിവാർഡ് പോയിന്റ് കിട്ടും. ബിസിനസ് ഫ്രീഡം ആണെങ്കിൽ ഒരു 200 രൂപക്കും 1 റിവാർഡ് പോയിന്റ്. പിന്നെ ബിസിനസ് ഗോൾഡ് ആണെങ്കിൽ ഒരു 200 രൂപക്കും 1 റിവാർഡ് പോയിന്റ്. പിന്നെ ബിസിനസ് മണി ബാക്ക് കാർഡ് ആണെങ്കിലും ബിസിനസ് പ്ലാറ്റിനം കാർഡ് ആണെങ്കിലും നമുക്ക് ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. ബിസിനസ് റിഗാലിയ കാർഡ് ആണെങ്കിൽ ഓരോ 200 രൂപക്ക് 4 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ബിസിനസ് റിഗാലിയ ഫസ്റ്റ് ആണെങ്കിൽ ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ CSE ബിസിനസ് മണി ബാക്ക് കാർഡ് ആണെങ്കിൽ ഓരോ 200 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഡൈനേഴ്സ് ക്ലബ് മൈൽസ്, ഡൈനേഴ്സ് ക്ലബ് പ്രീമിയം, ഡൈനേഴ്സ് ക്ലബ് പ്രിവിലേജ് കാർഡുകളൊക്കെ ആണെങ്കിൽ ഒരു 200 രൂപക്ക് നമുക്ക് 4 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഡൈനേഴ്സ് റിവാർഡ്സ് കാർഡ്, ഡോക്ടേഴ്സ് സുപ്പീരിയർ കാർഡൊക്കെ ആണെങ്കിൽ ഒരു 200 രൂപക്ക് നമുക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഫ്രീഡം കാർഡിന് ഒരു 200 രൂപക്ക് നമുക്ക് 1 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ജിഗ കാർഡിന് ഒരു 200 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. ഗോൾഡ് കാർഡിന് ഒരു 200 രൂപക്ക് നമുക്ക് 1 റിവാർഡ് പോയിന്റ് കിട്ടും. മണി ബാക്ക് പ്ലസ്, മണി ബാക്ക്, പ്ലാറ്റിനം കാർഡിന് ഒരു 200 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. പ്ലാറ്റിനം എഡ്ജ് കാർഡിനും അതുപോലെ തന്നെ പ്ലാറ്റിനം പ്ലസ് കാർഡിനും സെയിം തന്നെയാണ്. ഒരു 200 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. റിഗാലിയ കാർഡ്, റിഗാലിയ ആക്റ്റീവ് കാർഡിനും ഒരു 200 രൂപക്ക് നമുക്ക് 4 റിവാർഡ് പോയിന്റ് കിട്ടും. റിഗാലിയ ഫസ്റ്റിന് ഒരു 200 രൂപക്ക് നമുക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. റിഗാലിയ ഗോൾഡിന് ഒരു 200 രൂപക്ക് നമുക്ക് 5 റിവാർഡ് പോയിന്റ് കിട്ടും. സിഗ്നേച്ചർ കാർഡിന് ഒരു 200 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ സോളിറ്റയർ, അതുപോലെ തന്നെ സോളിറ്റയർ പ്രീമിയം കാർഡ്, അതുപോലെ തന്നെ സുപ്പീരിയർ കാർഡിന് ഒരു 200 രൂപക്കും നമുക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ടീച്ചേഴ്സ് പ്ലാറ്റിനം ഒരു 200 രൂപക്കും 2 റിവാർഡ് പോയിന്റ് കിട്ടും. ടൈംസ് പ്ലാറ്റിനം ഒരു 200 രൂപക്ക് നമുക്ക് 3 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ടൈംസ് ടൈറ്റാനിയം എഡ്ജ്, വേൾഡ് കാർഡുകൾക്ക് ഒരു 200 രൂപക്ക് നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. വുമൻസ് ഗോൾഡ് കാർഡ് ആണെങ്കിൽ ഒരു 200 രൂപക്ക് നമുക്ക് 1 റിവാർഡ് പോയിന്റ് കിട്ടും. ഇൻഫിനിയ മെറ്റൽ, അതുപോലെ തന്നെ ഇൻഫിനിയ, അതുപോലെ തന്നെ ഡൈനേഴ്സ് ബ്ലാക്ക് മെറ്റൽ, ഡൈനേഴ്സ് ബ്ലാക്ക്, ബിസ് ബ്ലാക്ക് എന്നീ കാർഡുകളുടെ റിവാർഡ് പോയിന്റ് അക്യൂറലിൽ മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക്, ക്യാഷ് പോയിന്റ്സ് കിട്ടുന്ന കാർഡുകൾ ലൈക്ക് മില്ലേനിയ, ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി, ടാറ്റാ ന്യൂ പ്ലസ്, ബിസ് ഫസ്റ്റ്, ബിസ് UPI സൂപ്പർ സേവർ, സ്വിഗ്ഗി, പേടിഎം കാർഡ്, ഫോൺ പേ കാർഡ്സ്, ECMI, മില്ലേനിയ അങ്ങനെയുള്ള കാർഡുകൾക്ക് ഒന്നും ഈ പറഞ്ഞ റിവാർഡ് പോയിന്റിന്റെ കാര്യത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ഒരു ചേഞ്ച് വരുന്നത് ഡൈനാമിക് കറൻസി കൺവേർഷൻ ചാർജിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നിലവിൽ 1.5% പ്ലസ് GST ആണ്. അത് 1.75% GST ആയിട്ട് മാറും. നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ വിദേശത്ത് പേയ്മെന്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് വിദേശത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മർച്ചൻസിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ, ഇന്ത്യൻ കറൻസിയിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴേക്ക് ഈ പറഞ്ഞ ഡൈനാമിക് കൺവേർഷൻ ചാർജ്, കറൻസി കൺവേർഷൻ ചാർജ് ഈടാക്കും. നെക്സ്റ്റ് ഒരു ചേഞ്ച് വരുന്നത് നമ്മളുടെ കാർഡുകളുടെ റീഇഷ്വൻസ് ഫീസിലാണ്. കാർഡ് ഡാമേജ് ആയില്ലെങ്കിൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ കാർഡിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് റീഇഷ്യൂ ചെയ്യും. അപ്പോൾ വരുന്ന ചാർജ് പ്ലാസ്റ്റിക് കാർഡുകളൊക്കെ ആണെങ്കിൽ 199 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. ഇനി മെറ്റൽ കാർഡ് വേരിയന്റ് ആണെങ്കിൽ റീഇഷ്വൻസ് ഫീസ് വരുന്നത് 3500 രൂപ പ്ലസ് GST ആണ്. ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് മെയ് 15 മുതലാണ്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ചേഞ്ച് ബിസ് പവർ കാർഡിന്റെ കാര്യത്തിലാണ്. ബിസ് പവർ കാർഡിന്റെ ക്വാർട്ടർലി മൈൽസ്റ്റോൺ ബെനിഫിറ്റിൽ ജൂലൈ 1 മുതലാണ് മാറ്റം വരുന്നത്. അതൊരു നല്ലൊരു മാറ്റമാണ് വരുന്നത്, നമുക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു മാറ്റമാണ്. ഇപ്പോൾ നിലവിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച്, ബിസ് ഗ്രോ കാർഡ് ഉപയോഗിച്ച് ക്വാർട്ടർലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. മെക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റലിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ് കിട്ടുന്നത്. ജൂലൈ 1 മുതൽ നമ്മുടെ ബിസ് പവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്വാർട്ടർലി 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറിന് പകരം 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. മെക് മൈ ട്രിപ്പിന്റെയോ അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റലിന്റെയോ 5000 രൂപ വർത്തായിട്ടുള്ള വൗച്ചർ നമുക്ക് കിട്ടും. ഫ്യൂൽ പേയ്മെന്റ്, അതുപോലെ തന്നെ IT റിട്ടേൺ പേയ്മെന്റ്, GST പേയ്മെന്റ്, EMI ട്രാൻസാക്ഷൻ എന്നിവയൊന്നും ഈ ഒരു ക്വാർട്ടർലി മൈൽസ്റ്റോൺ ആയിട്ട് കൺസിഡർ ചെയ്യുകയില്ല. പിന്നെ നെക്സ്റ്റ് ഒരു ചേഞ്ച് വരുന്നത് ഈ ഒരു ബിസ് പവർ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഈ ഒരു കാർഡിന്റെ
അതിൻ്റെ ആക്സിലറേറ്റർ റിവാർഡ് പോയിന്റ് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നോൺ ടാക്സ് കാറ്റഗറിയിൽ 25,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5x റിവാർഡ് പോയിന്റ് അപ് ടു 1 ബില്യൺ സൈക്കിളിൽ മാക്സിമം 5,000 റിവാർഡ് പോയിന്റ് വരെയാണ് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു ജൂലൈ 1 മുതൽ ഈ ഒരു 5,000 റിവാർഡ് പോയിന്റിന് പകരം 1 ബില്യൺ സൈക്കിളിൽ നമുക്ക് 7,500 റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് കിട്ടുന്ന കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ IT ആൻഡ് GST പേയ്മെന്റ്, നമ്മൾ പേസാപ്പ്, അതുപോലെ തന്നെ സ്മാർട്ട് പേ വഴി ചെയ്യുന്ന ബിൽ പേയ്മെന്റ്സ്, പിന്നെ സ്മാർട്ട് ബൈ ബിസിനസ് ഡീൽസ് വഴി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, പിന്നെ സ്മാർട്ട് ബൈ ബിസിനസ് ഡീൽസ് വഴി നമ്മൾ ബിസിനസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ആഡ്സ് അതുപോലെ തന്നെ മെറ്റ ആഡ്സ് പേയ്മെന്റ്, റിലയൻസ് ഡിജിറ്റൽ സ്പെൻസ് എന്നിവയ്ക്കാണ് നമുക്ക് ഈ ഒരു 5x റിവാർഡ് പോയിന്റ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ചേഞ്ച് വരുന്നത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയുടെ കാര്യത്തിലാണ്. അതിപ്പോൾ ബിസ് പവർ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ റിഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ്, ഡൈനേഴ്സ് ക്ലബ് പ്രിവിലേജ് കാർഡ് എന്നിവയുടെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ മാറ്റം വരുന്നുണ്ട്. സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ ബിസ് പവർ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന ലോഞ്ച് ആക്സസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളാണ് വരുന്നത്. മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബിസ് പവർ ക്രെഡിറ്റ് കാർഡ് നോക്കാം. ഇപ്പോൾ നിലവിൽ നമുക്ക് 16 ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് ആനുവലി കിട്ടുന്നത്. അത് കുറച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മുതൽ ക്വാർട്ടർലി 2, അങ്ങനെ ആനുവലി 8 ലോഞ്ച് ആക്സസ് ആയിരിക്കും ബിസ് പവർ ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ അതിനൊരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൂടി വരുന്നുണ്ട്. നമ്മൾ പ്രീവിയസ് കലണ്ടർ ക്വാർട്ടറിൽ 75,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ റിഗാലിയ ഗോൾഡ് കാർഡ് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി 3 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ് വരുന്നത്. സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ പ്രീവിയസ് കലണ്ടർ ക്വാർട്ടറിൽ നമ്മൾ 60,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഡൈനേഴ്സ് ക്ലബ് പ്രിവിലേജ് ആണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് വൗച്ചേഴ്സ് വരുന്നത് 3 എണ്ണമാണ്. 2 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ഇന്ത്യക്കുള്ളിൽ, അതുപോലെ തന്നെ 1 ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നിങ്ങനെ 3 ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് വരുന്നത്. അതിൻ്റെ കണ്ടീഷൻ വരുന്നത് നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ നമ്മൾ 60,000 രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം. ജൂലൈ 1 മുതലാണ് ഈ റൂൾസ് ഒക്കെ പ്രാബല്യത്തിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ബിസ് പവർ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ ക്വാർട്ടറിൽ 75,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മേക്ക് മൈ ട്രിപ്പിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ, ഫ്രീ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വൗച്ചർ നമുക്ക് കിട്ടും. അതിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ബുക്കിങ്ങിനാണ് നമുക്ക് ഈ ഒരു 0 ക്യാൻസലേഷൻ ഫ്ലൈറ്റ് വൗച്ചർ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മാക്സിമം ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1,200 രൂപ വരെയാണ് നമുക്ക് ഈ ഒരു ക്യാൻസലേഷൻ ചാർജ് നമുക്ക് റീഫണ്ട് ചെയ്ത് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ റിഗാലിയ ഗോൾഡ് കസ്റ്റമർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ് കൂടി വരുന്നുണ്ട്. ജസ്റ്റ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് അല്ലാതെ നമുക്ക് ബോർഡിംഗ് എഡ്ജ് പ്രിവിലേജസ് കൂടി വരുന്നുണ്ട്. അതിൽ ഒരു 4 പ്രിവിലേജ് ആണുള്ളത്. അതിൽ ഏതെങ്കിലും 2 നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കോംപ്ലിമെൻ്ററി സ്പാറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് വെൽനസ് സെൻറ്റർ, കോംപ്ലിമെൻ്ററി എയർപോർട്ട് ട്രാൻസ്ഫർ വിയ ഊബർ, കോംപ്ലിമെൻ്ററി ബഫേ അറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഹോട്ടൽസ് ഓർ റെസ്റ്റോറൻറ്റ്സ്, കോംപ്ലിമെൻ്ററി റൂം അപ്ഗ്രേഡ്സ് അറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഹോട്ടൽസ്. ഇങ്ങനെ 4 ബെനിഫിറ്റ് ആണ്. ഇതിൽ നമുക്ക് 2 ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അറൈവൽ സിറ്റിയിലായിരിക്കും നമുക്ക് ഇത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ ബോർഡിംഗ് പാസിന്റെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്വാർട്ടർലി ഒരു തവണയാണ് നമുക്ക് ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക. കോംപ്ലിമെൻ്ററി റൂം അപ്ഗ്രേഡ്സ് അതുപോലെ തന്നെ ബഫേ ഓപ്ഷൻസ് ITC ഹോട്ടൽസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ റൂം അപ്ഗ്രേഡിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 നൈറ്റ് ആണ് റൂം അപ്ഗ്രേഡിന്റെ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. പിന്നെ എയർപോർട്ട് ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ നമുക്കൊരു ഊബർ കോഡ് ആയിരിക്കും കിട്ടുന്നത്. 750 രൂപ പുറത്താറുള്ള ഒരു ഊബർ കോഡ് നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. ഇതൊക്കെയാണ് HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിൽ വരുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി